കേട്ടില്ലേടി അവൻ പറഞ്ഞത്? അവന്റെ വിശ്വാസം. പ്രതാപേട്ടൻ ഒന്നും സമ്പാദിച്ചില്ല എന്ന് കരുതുന്ന എന്തിനാ? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹമാണ്. അങ്ങനെ നോക്കിയാ എന്റെ വീട്ടുകാരുടെ സ്നേഹം മുഴുവനും പ്രതാപേട്ടനല്ലേ? അതിലും വലിയൊരു സമ്പാദ്യം ഉണ്ടോ? മോനെ, എന്താ പ്രശ്നം? നീ പറയേ. എന്താ മോളെ? ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് പൊക്കോളാമോ? എവിടെയാണെങ്കിലും പ്രതാപേട്ടൻ സ്വസ്ഥമായിട്ടിരുന്നാ മതി. അതിന് പ്രാന്തന്റെ തലച്ചോറും കൊണ്ടല്ലേ പോകുന്നത്. എവിടെ പോയാ സ്വസ്ഥത കിട്ടാനാണ്? പിന്നൊരു സ്ഥലമുണ്ട്, ഹിമാലയം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവന് പറ്റിയ സാധനം കിട്ടും. മറ്റേ നിന്നോട് മിണ്ടരുതെന്ന് പറഞ്ഞാ മിണ്ടരുത്. പറഞ്ഞത് കേട്ടല്ലോ. എനിക്ക് ഈ വീടിന്റെ അവകാശത്തിന്റെ പാതി കിട്ടിയേ പറ്റൂ. അതിന് നീ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ നാക്കിട്ടും വായിട്ടലിച്ചും ഉണ്ടാക്കിയ സമ്പാദ്യങ്ങളാ മുഴുവനും. അതിൽ നിന്ന് നിനക്കൊന്നുമില്ലെന്ന് പറഞ്ഞാൽ? പ്രതാപേട്ട, ഒന്നുമില്ലെങ്കിൽ വേണ്ട, നമുക്ക് പോവാം. എനിക്കുള്ളതല്ല നിങ്ങൾക്കുള്ളതല്ലേ? അതല്ല ഞാൻ ഇപ്പൊ കൂടെ പറഞ്ഞത്. മോനെ, അച്ഛൻ അങ്ങനെയൊക്കെ പറയുന്നു എന്നേ ഉള്ളൂ. നീ ഇപ്പൊ ഇവിടുന്ന് പോകേണ്ട കാര്യം എന്താ? ഇവൻ തന്നെ ഓരോ ദിവസവും എന്റെ സ്വസ്ഥത കടത്തിക്കൊണ്ടിരിക്കും ഇവൻ. എടാ, അവൻ സ്വസ്ഥതക്കേടാണെങ്കിൽ അവൻ നിന്നെക്കാട്ടി മിടുക്കനാണ്. നിന്നെപ്പോലൊരു പേടല്ലടാ, മനസ്സിലായോ? അച്ഛാ, ഇങ്ങനെയൊന്നും പറയരുത്. മോളെ, എന്നെ കൊണ്ടവൻ പറയിപ്പിക്കുന്നതാണ്. ഞാനൊരു 10 ദിവസം, വേണ്ട 1 മാസം ഞാൻ വെയിറ്റ് ചെയ്യും. എനിക്കുള്ളത് കിട്ടിയില്ലെങ്കിൽ അതിനുശേഷം ഞാൻ ബാക്കി ആലോചിച്ചോളാം. വീടിന് തീ കൊടുക്കുമായിരിക്കും. എടാ, ഞാൻ മുമ്പൊരിക്കൽ നിന്നോട് പറഞ്ഞു, എന്നെ കൊണ്ട് നിന്റെ കുഴി എടുപ്പിക്കരുതെന്ന്. എന്നെ വേണ്ടാത്ത തന്തയ്ക്ക് വലം വെക്കാനും വായിക്കരി ഇടാനും നീ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാടാ നിന്നെ ഞാൻ തീർക്കാത്തത്. മനസ്സിലായടാ? എനിക്ക് മനസ്സിലായി. പാടി, നിന്നോട് എനിക്ക് നന്ദിയുണ്ട്. കാരണം നീ എന്നോടൊപ്പം നിൽക്കുന്നതുകൊണ്ട്. ആഹാ, ഗിരിജാണ് ഇങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അത്ര വലിയ അത്യാവശ്യമാണെങ്കിൽ നിന്നല്ലേ പറ്റും. എന്നാലും വരാതിരിക്കുന്നതിൽ എനിക്ക് പിണക്കമുണ്ട് കേട്ടോ. ശരി, ഓക്കെ. എന്താ മോളെ? അമ്മ, അത് വിപിൻ ചേട്ടൻ ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, വരുന്നില്ല എന്ന് പറഞ്ഞു. സന്തോഷത്തിന് വേണ്ടി മാത്രം.
ഹലോ. മോളെ, ഞാനിവിടെ തന്നെ നിൽപ്പുണ്ട്. ഇങ്ങോട്ട് പോകുന്നില്ലേ? അമ്മേ, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. ഉടനെ എത്തും. ശരി ശരി, ഞാനിവിടെ തന്നെ നിൽപ്പുണ്ടേ. മോൾക്ക് വഴി അറിയാലോ? എനിക്കറിയാം, ഞാൻ എത്തിക്കോളാം. ശരി. എന്തു പറ്റിയമ്മേ? എന്തൊക്കെയുണ്ട് വിശേഷം? എന്നോട് പറഞ്ഞില്ലേ എന്റെ മരിച്ചുപോയ അമ്മയുടെ സ്ഥാനത്താണെന്ന്. അതുകൊണ്ട് എനിക്ക് കാണുമ്പോ ഇഷ്ടം കൂടുക. എന്റെ വീട്ടിൽ വന്ന് നിൽക്കേണ്ട പെണ്ണാ നീ. ആദ്യം എന്റെ ആങ്ങളയുടെ മകള് വരൂന്നാ കരുതിയത്. പക്ഷെ അവളെക്കാളൊക്കെ ഒരുപാട് മുകളില മോള്. എന്തെയ്യാം, എന്റെ മകന് യോഗമില്ലാതെ പോയി. പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞിട്ട് എന്താ കാര്യം അമ്മേ? ഇപ്പൊ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? കുടുംബത്തിന്റെ സ്വസ്ഥത കെടുത്താനായിട്ട് പിറക്കാൻ പോകുന്നത് 2 കുഞ്ഞുങ്ങളാ. ഒന്ന് ശങ്കരമംഗലത്ത് സംഗീതയുടെ വയറ്റിൽ, രണ്ടാമത്തത് എന്റെ വീട്ടിൽ. ഞാൻ ജോൽസിനെ കണ്ടിരുന്നു. അനുവിന്റെ വയറ്റിൽ നിന്ന് പിറക്കുന്ന കുഞ്ഞ് എന്റെ താലി അറുക്കൂന്നാ പറഞ്ഞത്. അയ്യോ, അതായത് എന്റെ സീമന്തരേഖയിലെ കുങ്കുമം മായ്ക്കാൻ പിറക്കുന്ന കുഞ്ഞായിരിക്കും. അയ്യോ, അങ്ങനെയൊക്കെ പറഞ്ഞു? അത് ഈ 2 കുഞ്ഞുങ്ങളും പിറക്കാൻ പോകുന്നത് നീയും വിപിനും ജോലി ചെയ്യുന്ന ആശുപത്രിയില്. മോൾ എന്തെങ്കിലും ചെയ്യണം. അല്ല, ഞാനെന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കറിയില്ല. ഈ 2 കുഞ്ഞുങ്ങളും മണ്ണിൽ കാലുറപ്പിച്ച് വളരാൻ പാടില്ല. എനിക്ക് അത്രേ വേണ്ടു. ശരി, കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ ഏറ്റു. പകരം ഞാനൊരു ഡീൽ അങ്ങോട്ട് പറയട്ടെ. പറയ്. അമ്മയുടെ മകന്റെ ഭാര്യയാവാൻ ഒരുപാട് ആഗ്രഹിച്ചവളാ ഞാൻ. അത് കഴിഞ്ഞു. അയാള് വേറൊരു പെൺകുട്ടിയെ വിവാഹവും കഴിച്ചു. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനാവാനും പോകുന്നു. പക്ഷേ കുതിരപ്പന്തി വീട്ടിൽ അധികാരത്തോടെ അവകാശത്തോടെ വലതുകാൽ വച്ചു കയറണം എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹം. അമ്മ അത് സാധിച്ചു തരൂ. അനു കളത്തിൽ നിന്നും കഥയിൽ നിന്നും ഇല്ലാതായ നീയാണ് എന്റെ മരുമകൾ. എനിക്ക് നിന്നെ മതി. അമ്മ പേടിക്കണ്ട. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നന്ദേട്ടനിത് എന്തിന്റെ കേടാ? വീട്ടിൽ ചോറും കറിയും എല്ലാം ഇരിക്കുമ്പോഴാ ഭക്ഷണം കഴിക്കാനെന്നും പറഞ്ഞ് രാത്രി ഹോട്ടലിലേക്ക്.
അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ ഹോട്ടലൊക്കെ അടച്ചുപൂട്ടേണ്ടി വരുമല്ലോ. ഇതൊന്നും തനിക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയല്ല, നമ്മുടെ മോന് വേണ്ടിയാ. അവനൊരു ഔട്ടിംഗൊക്കെ നടത്തി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങട്ടെ. വീടിനുള്ളിലെ വായു മാത്രം ശ്വസിച്ച് അടച്ചിരുന്ന മാത്രം പോരാ. ഇതുപോലുള്ള ചെറിയ ചെറിയ ഔട്ടിങ്ങുകള് ഇടയ്ക്ക് വേണം. ഓ, ഡോക്ടറുടെ ഉപദേശമാവും എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. തന്നെ സന്തോഷിപ്പിക്കാൻ എനിക്ക് പുറത്തുനിന്ന് ആരുടെ ഉപദേശം വേണ്ടല്ലോ. നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്കിടയിൽ ഒരു കട്ടുറുമ്പായി ചക്കിയുണ്ടായേനെ. ചക്കിക്കിപ്പോ സ്നേഹിക്കാൻ ചുറ്റിനും ഒരുപാട് പേരില്ലേ. ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനും കൊണ്ടു നടക്കാനും എല്ലാം. അവള് നമ്മുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് മടങ്ങി വരുന്നത് വരെ ഇതിങ്ങനെ തന്നെ പോട്ടെ. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ദേ, സങ്കടപ്പെടാൻ വേണ്ടിയല്ല നമ്മൾ ഇവിടേക്ക് വന്നത്. ഇത് നന്ദൻ സംഗീതയ്ക്ക് സമ്മാനിക്കുന്ന മെഴുകുതിരി അത്താഴം. ഇവിടെ സ്നേഹം മാത്രം മതി. നമ്മുടെ മനസ്സിലെയും പ്രവൃത്തിയിലെയും നന്മ ദൈവത്തിനറിയാം. അതുകൊണ്ടാ വിപിനെ നമുക്ക് മരുമകനായിട്ട് കിട്ടിയത്. ഇങ്ങനെയുള്ള ഒരുപാട് രാത്രികൾ ഞാൻ സ്വപ്നം കണ്ടിരുന്നു. ഒരിക്കലും സ്വന്തമാക്കാൻ പറ്റാത്ത സ്വപ്നങ്ങളുടെ പിന്നാലെ പോയിട്ട് എന്ത് കാര്യം? ഏതെങ്കിലും ഒരു രാത്രിക്ക് ശേഷം എന്റെ സ്വപ്നങ്ങൾക്കൊരു സൂര്യോദയം ഉണ്ടായാലോ? നീലിമേ, തനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞ കാര്യം പറ. അനുവിനെ പറ്റി തനിക്ക് എന്താ പറയാനുള്ളത്? അനുക്കുട്ടിയെ പറ്റി പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോ ഡോക്ടർക്ക് ആകാംക്ഷ അടക്കാനാവുന്നില്ലല്ലോ. അനുക്കുട്ടി പാവോ, നല്ല കുട്ടിയാ. നേരത്തെ എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ അതില്ല. അനുക്കുട്ടിക്ക് എന്നോട് സ്നേഹമാ. നീലിമ കാര്യം പറ. വേറൊന്നുമല്ല, അനുവിനോട് ചോദിക്കാനൊന്നും പോവണ്ട. അത് നമ്മുടെ ആ പ്രവീൺ പരമേശ്വരനും അനുക്കുട്ടിയും തമ്മില് ഇപ്പൊ എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ല, പണ്ടവൻ അനുക്കുട്ടിയെ പെണ്ണാലോചിച്ച് വന്ന കഥയൊക്കെ എനിക്കറിയാം. അവനുമായിട്ട് എന്ത് ബന്ധം? അല്ല, രണ്ടുപേരെയും കൂടി പുറത്തെവിടെയോ വെച്ച് ഞാൻ കണ്ടോന്നൊരു സംശയം. ഒരുപക്ഷെ എന്റെ തോന്നലായിരിക്കും കേട്ടോ. അല്ല, ഇത് പറഞ്ഞത് നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനൊന്നുമല്ല. ഡോക്ടറോട് എനിക്കുള്ള അടുപ്പവും സ്വാതന്ത്ര്യവും കൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ. ഇതായിരുന്നോ കാര്യം? നീലിമ കണ്ടത് അനുവിനെ ആയിരിക്കില്ല. അവളെ എനിക്കറിയാം. എന്നെക്കാൾ വിശ്വാസം എനിക്ക് അനുവിനെ. മാത്രമല്ല, എന്റെ ഒപ്പം അല്ലാതെ അനു പുറത്തെങ്ങും പോവാറുമില്ല. അത് കളാ. അനുക്കുട്ടി ഒറ്റയ്ക്ക് പുറത്തുപോയ ദിവസങ്ങളുണ്ടോ എന്ന് മനസ്സിലൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്ക്. നീലിമേ, നമുക്ക് ഈ വിഷയം വിടാം. അമ്മയ്ക്ക് യാത്ര ചെയ്യാൻ തീരെ വയ്യാത്തതുകൊണ്ട്
സാവിത്രി ചിറ്റ ഇവിടെ ഒന്ന് നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നല്ല കാര്യം. പകലെനിക്ക് സ്വസ്ഥമായിട്ട് എങ്ങോട്ടെങ്കിലും പോവാലോ. പക്ഷെ ചിറ്റ ഇന്ന് വരുമെന്ന് പറഞ്ഞില്ല. എത്രയും വേഗം വരാൻ പറയേ. ഒരു കാര്യം മറന്നുപോയി. എന്താ? ആ കണ്ടോ, ഇത് കുടിച്ചു രാവിലെ. കള്ളിച്ചക്കയുടെ പെരുങ്കള്ളി അമ്മ. ഇപ്പൊ നന്ദേട്ടാ. ആഹാ അച്ചോടാ. കുഞ്ഞുമാവ വായ തുറന്നേ. തുറക്ക്. മര്യാദയ്ക്ക് കുടിച്ചോ. ടോണിക്ക് കിട്ടാതെ ഉറങ്ങാതെ കാത്തിരിക്കുക എന്റെ മോൻ. എന്നാ പിന്നെ അവന് ടോണിക്കുട്ടൻ എന്ന് പേരിടാം. കുടിക്ക്. കയ്പ. അച്ചോടാ. പ്രവീൺ, പിന്നെ ഡോക്ടർ വിപിനെ കണ്ടു. സംശയത്തിന്റെ ഒരു കുഞ്ഞു തീപ്പൊട്ട് ആ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്തു. അതെ, നീ വച്ചേ, വേറൊരു തമാശയുണ്ട്. പുതിയ തമാശകൾക്കും ചാരപ്പണിക്കും നീലിമ ഡോക്ടർ പുതിയ നേഴ്സിനെ ഇറക്കിയെന്നറിഞ്ഞു. ന്യൂ അപ്പോയിന്റ്മെന്റ്. എന്താ? ഒരു സുകന്യ തങ്കച്ചി, ആവണീശ്വരൻകാരി, ലീവിൽ പോയ രഞ്ജിനി സിസ്റ്ററുടെ പകരക്കാരി. ഞാൻ അറിഞ്ഞല്ല. ഡോക്ടർ വിപിന്റെ അനിയത്തി സ്ഥാനത്തായിരുന്നല്ലോ സിസ്റ്റർ രഞ്ജിനി. ഇനിയിപ്പോ ഡോക്ടർ നീലിമയ്ക്ക് ഇരിക്കട്ടെ ഒരു തങ്കച്ചി, സുകന്യ തങ്കച്ചി. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? ആയുഷ് മന്ത്ര ആശുപത്രിയിലുള്ളത് എന്റെ ഏറ്റവും വലിയ ശത്രുവാ ഡോക്ടർ വിപിൻ. പിന്നെ എന്റെ ചങ്ക് നീലിമ ഡോക്ടർ. അപ്പൊ പിന്നെ പ്രവീൺ പരമേശ്വരന്റെ വക ജാഗ്രതയുടെ ഒരു ഡ്രോൺ നിങ്ങൾ ഓരോരുത്തരുടെയും ആകാശത്തിനും മീതെ പറക്കുന്നുണ്ട്. പറന്നല്ലേ പറ്റൂ. എന്റെ പിന്നാലെയുള്ള നിന്റെ കണ്ണുകളെ അതങ്ങ് അടച്ചേക്കും. എനിക്കും നിനക്കും ഒരേ ലക്ഷ്യമാ. പക്ഷേ എന്റെ വഴി എന്റേത് മാത്രമാ. എൻ വഴി തനി വഴി. അണ്ണനുയർ. അറിഞ്ഞ കാര്യം ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അതിന് അവിടെ ഇരുന്ന് ഉണ്ടക്കണ്ണ് തുറപ്പിക്കണ്ട എന്റെ സുന്ദരി യക്ഷി. നീ ഫോൺ വയ്ക്ക്. എനിക്ക് രാവിലെ OP അറ്റൻഡ് ചെയ്യേണ്ടതാ. ശരി. കട്ടേതാ ചേട്ടാ, ദേ അവിടെ ഒന്ന് വണ്ടി നിർത്തണേ. ത്രികാലജ്ഞാനി നമ്മുടെ ഭൂതവും ഭാവിയും ഒക്കെ പ്രവചിക്കും. മുൻ ജന്മത്തിൽ നമ്മൾ ആരായിരുന്നു എന്ന് വരെ പറയും. എന്റെ ശശാങ്കേട്ടന്റെ കാര്യം കൂടി ഒന്ന് ചോദിക്കണം. ശശാങ്കേട്ടന്റെ ഭാവി എന്താവോന്ന് അറിയാലോ. അതിനെ കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഒരു ജോൾസിനെ കൊണ്ട് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. നവഗ്രഹങ്ങള് തന്നെ കൈവിട്ട കേസാ ശശാങ്കന്റേത്. വാ മോളെ. പ്രചോദയാത്. ഓം
വിതയ്ക്കുന്നേ? അല്ലമ്മേ, ഇത് ഞാൻ പറഞ്ഞില്ലേ, പുള്ളയാർപ്പെട്ടി സ്വാമി എന്ന് പറഞ്ഞ ആരാന്ന വിചാരം? നാളെ മോളുടെ വയറ്റിന്ന് പിറക്കാൻ പോകുന്ന കുഞ്ഞ് ആരാകുന്നു വരെ വേണമെങ്കിൽ ഇദ്ദേഹം പറഞ്ഞു തരും. നിങ്ങളിൽ ആരാണ് പ്രസവിച്ച മകൾ? പ്രസവിച്ച മകള് ദേ ആയിരിക്കുന്ന യമുനയാ. പക്ഷേ ഇപ്പോ ഇവളാ എന്റെ പൊന്നുമോള്. ഈ കുട്ടിയുടെ കാര്യമാണോ പറഞ്ഞത്? ഗർഭിണിയാണെന്ന്? അതെ. ഒരു ₹1 നാണയം വെച്ചോളൂ. കുംഭമാണ് കിട്ടിയത്. കുംഭമെന്ന് പറഞ്ഞാൽ ഒരു ഒളിയുദ്ധം. അതാണ് ഞാൻ കാണുന്നത്. ഏതായാലും ഒരു ഓല നോക്കാം. എന്താ മോളുടെ പേര്? അനുനന്ദ. അനുവിപിൻ. ഒരുപാട് ദേശങ്ങൾ താണ്ടി ഒത്തിരി ദൂരെ യാത്ര ചെയ്ത കുഞ്ഞാണല്ലേ? ആണോ മോളെ? അത് ഞങ്ങള് പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്നതിന് ശേഷമാണല്ലോ ഞാൻ ജനിക്കുന്നത്. ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം, ആരുമേ കണ്ടാൽ കൊതിക്കണം, അവൾ സംഗീതനെ പോലെ ഇരിക്കണം. ആദ്യത്തെ കൺമണി. ഇന്ന് രാവിലെയും കൂടി നന്ദേട്ടൻ ചോദിച്ചേ ഉള്ളൂ, പങ്കജ് എല്ലാ ദിവസവും താമസിച്ചാണോ വരുന്നത്? താമസിച്ചോന്നാലെന്താ, ഞാൻ നേരത്തെ തിരിച്ചു പോകുന്നില്ലേ? ബെസ്റ്റ്. അതെ, എന്റെ ആ പാട്ട സ്കൂട്ടർ വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടാത്തോണ്ടാ. അതല്ലേലും ഇനി ഓടിക്കാനൊന്നും കൊള്ളത്തില്ലെന്നേ. ബെല്ലും ഇല്ല, ബ്രേക്കും ഇല്ല. പങ്കജത്തിന്റെ അല്ലേ സ്കൂട്ടർ? അതെ, ആക്രി വിലക്ക് വിറ്റേക്കാനാ വർക്ക്ഷോപ്പുകാരൻ വരെ പറഞ്ഞത്. എങ്കിൽ പിന്നെ അതങ്ങ് വിറ്റുകളാം. എന്നിട്ട് പങ്കജം പുതിയൊരു സ്കൂട്ടർ എടുക്കണം. ഞാനും അതിങ്ങനെ ആലോചിച്ചു. എന്താ പങ്കജം? അനുക്കുട്ടിയുടെ സ്കൂട്ടർ ഇങ്ങനെ വെറുതെ ഇരുന്ന് വെയിലും മഴയൊക്കെ കൊണ്ട് തുരുമ്പിക്കല്ലേ, ഞാനിതങ്ങ് ഓടിച്ചാ പോരെ? ഇതെനിക്ക് വേണം, ഇതെനിക്ക് തരണം.
ഇത് ഞാൻ അങ്ങ് എടുക്കുവാ. പങ്കജ അതങ്ങ് എടുത്തോ. ഞാൻ നന്ദേട്ടനോട് പറഞ്ഞോളാം. സത്യം? ശ്ശോ. ജോസിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൂന്ന് പറഞ്ഞ് മോളിങ്ങനെ വിഷമിക്കാതെ. എന്റെ കുഞ്ഞിന് എന്തേലും പറ്റുമെന്നോ? ഒന്നും പറ്റില്ല. അമ്മ പറയുന്നത് പോലെ അങ്ങ് നിന്നാ മതി കേട്ടോ. 3 നാരങ്ങ വെള്ളം. അനുക്കുട്ടി, അമ്മ പറയുന്ന മാത്രം അങ്ങ് ചെയ്താ മതി. എങ്കിൽ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാനതല്ലേ എപ്പോഴും അമ്മയുടെ അടുത്ത് നിൽക്കുന്നേ, അല്ലേ അമ്മേ? ഞാൻ അനുസരിച്ചോളാം ചേച്ചി. അതാ മുറ്റത്തൊരു അനുക്കുട്ടി. അനുക്കുട്ടി, ഞാനേ ശങ്കരമംഗലത്തുനിന്ന് വരുന്ന വഴിയാ. ഇനി ചാലേ കയറണം, കുറച്ച് മീൻ വാങ്ങിക്കണം, പോണം. വിശേഷം പറഞ്ഞു കഴിഞ്ഞോ? വിശേഷം അനുക്കുട്ടിയുടെ വയറ്റിലല്ലേ, അല്ലേ അനുക്കുട്ടി? ഞാൻ ഓർക്കാറുണ്ട് അനുക്കുട്ടിയുടെ കൊച്ചിന്റെ മുഖത്തിന്റെ ചായ എന്താണെന്ന്. ചായയോ? അല്ല, കാപ്പി. ചായ, രൂപം, സാദൃശ്യം, ദൃശ്യം, മനസ്സിലായോ? പങ്കജത്തിന്റെ നാവിന്റെ നീളത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതെ, കബീഷിന്റെ വാല് പോലെയാ. ഈ സ്കൂട്ടർ എന്തിനാ എടുത്തേ? അയ്യോ, ഞാനതങ്ങ് പറയാൻ വരുമായിരുന്നു. അനുക്കുട്ടിയുടെ സ്കൂട്ടർ സംഗീതമ്മയുടെ എനിക്ക് തന്നു. എന്നിട്ട് എന്നോട് പറയാ, ആ പെണ്ണ് ഓടിച്ചാണെന്നൊന്നും കരുതണ്ട, കൊണ്ടുപോക്കോളാൻ. അങ്ങനെ പറഞ്ഞോ? പിന്നെ പറയാതെ. സത്യം പറഞ്ഞ ഞാനാ ഇപ്പൊ ശങ്കരമംഗലത്തെ അനുക്കുട്ടി. എന്ന് പിന്നെ ഞാൻ പോട്ടെ. അനുക്കുട്ടിക്ക് കുഞ്ഞാവ പിറക്കുമ്പോ കൺമഷിയും കരിവളയൊക്കെ ആയിട്ട് ഈ പങ്കജം കുഞ്ഞമ്മ അങ്ങോട്ട് വരാം കേട്ടോ. ആ